ഓക്കെ, റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി CDP മുതലുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ അതില് ക്ലാസ്സിൽ പറയാത്ത പുതിയ കാര്യങ്ങൾ വല്ലതും പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഇത് കഴിഞ്ഞിട്ട് ഇടാം, അപ്പൊ അത് കേട്ടിട്ട് എഴുതി വെക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയും കുറെ വായിച്ചു പോയല്ലോ, അപ്പൊ എനിക്ക് കുറച്ച് പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം തന്നെ നോട്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ എന്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴാണ് ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ 5 ഇയർ പ്ലാനിലാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് ഡേറ്റ് ആയിരുന്നു, ഏത് വർഷമായിരുന്നു? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. നിങ്ങൾ ഇന്ററാക്ഷൻ ഇല്ലാണ്ട് പോയി. 1951 51 ഒന്നും കൂടി ആലോചിച്ച് നോക്കേ. ഇയർ, ഡേറ്റ് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. 52 ഡേറ്റ് ഒരു ഗാന്ധി ജയന്തി ദിനത്തിലായിരുന്നു കേട്ടോ. ഒക്ടോബർ 2 ആയിരുന്നു. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ തന്നെ ഉടലെടുത്ത ഒരു സംഭവമൊന്നും അല്ല. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവില് വേൾഡിൽ തന്നെ പല സ്ഥലത്തും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അത് ആക്ച്വലി ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 കമ്മീഷൻസ് വരുന്നുണ്ട്. രണ്ടും ചെയർ ചെയ്തിരുന്നത് VT കൃഷ്ണമാചാരി ആയിരുന്നു. അപ്പൊ ഒരു ഫിസ്ക്കൽ കമ്മീഷൻ വരുന്നുണ്ട് 1949. പിന്നെ ഗ്രോമോർ ഫുഡ് എൻക്വയറി കമ്മീഷൻ വരുന്നുണ്ട് 1952. ഈ 2 റിപ്പോർട്ടിലും ഒരു CDP, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരണം എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച എട്ടോ പ്രൊജക്ട് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റേ നീലോഖേരി പ്രൊജക്ട് ഒക്കെ, അതൊക്കെയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം തന്നെയാണ്. അതായത് ഈ കമ്മ്യൂണിറ്റി ഇടപെട്ട് പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്ന അതിലുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഇത് ആക്ച്വലി ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നീലോഖേരി പ്രൊജക്ട് ഒക്കെ കുറെ സ്ഥലത്തേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു വലിയ പ്രോഗ്രാം ആയിട്ട് നടത്താന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് ആവശ്യത്തിന്, അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ വലിയ ഫണ്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാം, ഫ്രീഡം കിട്ടിയിട്ട് കുറച്ചു കാലം ആയിട്ടുള്ളൂ. പക്ഷെ ഉള്ള ഫണ്ട് വെച്ചിട്ട് അവരൊരു 55 കമ്മ്യൂണിറ്റി പ്രൊജക്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ CDP നടത്തുന്നതിനൊക്കെ മുമ്പ് USA ആയിട്ട് ഒരു കോർഡിനേഷൻ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട്. USA ചെറിയ ഹെൽപ്പ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പരിപാടി എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞത് സംഭവമാണ്, എന്നാലും ഓർമ്മിപ്പിക്കാം. അതായത് CDPയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ 55 കമ്മ്യൂണിറ്റി പ്രൊജക്ട്സ് ഉണ്ടായിരുന്നത്. ഈ കമ്മ്യൂണിറ്റി പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊജക്ട് എന്ന് പറഞ്ഞ കൺവെൻഷൻ സെൻസിൽ എടുക്കരുത്. ഒരു പ്രോഗ്രാം എന്നുള്ള സെൻസിലല്ല എടുക്കേണ്ടത്, പക്ഷെ കുറച്ച് ഏരിയാസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 55 കമ്മ്യൂണിറ്റി പ്രൊജക്ട്സ്. ഓരോ പ്രൊജക്റ്റും എന്താ ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ പ്രൊജക്റ്റും 3 ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 55 പ്രൊജക്റ്റ് ഉണ്ട്. 55 പ്രൊജക്റ്റ് എന്തായി 3 ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഓരോ പ്രൊജക്റ്റിനും ആക്ച്വലി 300ഓളം വില്ലേജസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബ്ലോക്കിൽ എത്ര ഉണ്ടാവും? 100ഓളം വില്ലേജസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം പിന്നെയും ഒരു 7 to 10 വില്ലേജസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇതിനെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. അപ്പൊ നമ്മളിപ്പോ എത്ര ഡിവിഷൻ പറഞ്ഞു? 55 കമ്മ്യൂണിറ്റി പ്രൊജക്ട്. ഈ 55 പ്രൊജക്റ്റിലും എന്താണ്, ഓരോ പ്രൊജക്റ്റും ഏതാണ്ട് ഒരു 300ഓളം വില്ലേജസിൽ അടങ്ങുന്ന സംഭവമാണ്. ഈ ഓരോ പ്രൊജക്റ്റും 3 ബ്ലോക്ക് ആയി തിരിക്കുന്നു. അപ്പൊ ഓരോ ബ്ലോക്കിലും 100ഓളം വില്ലേജുകൾ. ഓക്കെ, ഈ ബ്ലോക്ക് പിന്നെയും എന്തായിത്തിരിക്കുന്നു? ഗ്രൂപ്പ് ആയിത്തിരിക്കുന്നു. അതൊരു 7 മുതൽ 10 വരെ എണ്ണമുള്ള ഗ്രൂപ്പായിട്ട്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഈ ഗ്രൂപ്പുകളാണ് നമ്മളുടെ ഈ ഗ്രാം സേവക് അല്ലെങ്കിൽ VLW, വില്ലേജ് ലെവൽ വർക്കർ എന്നുള്ള ആളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഈ ഡിവിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയി എന്നൊന്ന് കമന്റ് ചെയ്യൂ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയി എന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ ആണ്. ഓക്കെ, അപ്പോ കൺട്രി ലെവലിൽ നമുക്ക് 55 പ്രൊജക്റ്റ് ഉണ്ട്.
ഈ 55 പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 450 to 500 സ്ക്വയർ മൈൽസ് ഉള്ളതാണ്. ഓരോ പ്രൊജക്റ്റിലും 300ഓളം എന്തുണ്ട്, 300ഓളം വില്ലേജസ് ഉണ്ട്. മൊത്തത്തിലുള്ള പോപ്പുലേഷൻ ഏതാണ്ട് 2 ലാക്കോളം ഉണ്ട്. ഓക്കെ, ഇനി ഈ ബ്ലോക്ക് ഓരോന്ന് എന്തായി തിരിക്കുന്നു, 100ഓളം വില്ലേജസ് ഉള്ള സംഭവമായിട്ട് തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിനെ പിന്നെ 5 to 10 ആയിട്ട് തിരിക്കുന്നു. ഓരോന്നിനും ഓരോ VLW ഉണ്ട്. ഇനി ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാന്ന് നോക്കാം. സി, നമ്മളുടെ പഞ്ചായത്ത് രാജിന്റെ മുൻഗാമി എന്ന് പറയാറുള്ളത് നമ്മളുടെ ഈ CDP-നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കൂടിയുണ്ട്. ഓക്കെ, നമ്മുടെ പഞ്ചായത്ത് രാജിന് എങ്ങനെയാ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇല്ലേ? അതുപോലെ CDP-ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. നാഷണൽ ലെവലില് CDP-ക്ക് വേണ്ടിയിട്ട്, CDP നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ചെയർ ആയിട്ടുള്ള ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ട്. അതിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടെന്നറിയാമോ? അതിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വേറൊരു അഡ്വൈസറി ബോഡി ഉണ്ട്. അതില് പല ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ സെക്രട്ടറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ മിനിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, കുറച്ചു കാലം കഴിഞ്ഞു വന്ന് ഈ പ്രോഗ്രാമിന്റെ ഒക്കെ വ്യാപ്തി കൂടുന്നു. തൊട്ടടുത്ത വർഷം NES എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വരുന്നുണ്ട്. എന്താണ്? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 അല്ലെ? അപ്പൊ ഇതിങ്ങനെ പ്രോഗ്രാം വലുതായി വരുന്നതനുസരിച്ച് 1956 ഈ ഒരു സെറ്റപ്പ് പോരാ എന്നുള്ള ഇതില് ഒരു മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, സ്റ്റേറ്റ് ലെവലായി. സ്റ്റേറ്റ് ലെവലായപ്പോ സ്റ്റേറ്റ് ലെവലിൽ ഇതേപോലെ തന്നെ CM ഉള്ള ഒരു സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട്. മാത്രമല്ല ഇതിനെ ഉപദേശിക്കാനൊക്കെ ആയിട്ട് എന്താണ്, സെക്രട്ടറീസ് ഉള്ള ഒരു ഡെവലപ്മെന്റ് കമ്മീഷനും ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഡിസ്ട്രിക്ട് ലെവലില് ചെയർ ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, പകരം ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. അസിസ്റ്റ് ചെയ്യുന്നത് BDO ആണ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആണ്. ഓക്കെ, പിന്നെ മെമ്പേഴ്സ് ആയിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒഫീഷ്യൽസും നോൺ ഒഫീഷ്യൽസും എല്ലാം ഉണ്ട്. അതിന്റെ താഴെയാണ് എന്ത് വരുന്നത്, ഡിസ്ട്രിക്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക, ബ്ലോക്ക് ആണ് വരിക. ഓക്കെ, അപ്പൊ ബ്ലോക്ക് ലെവലിൽ ആരായിരിക്കും ചെയർ ആയിട്ടുണ്ടാവുക? BDO ആണ് ചെയർ ആയിട്ടുണ്ടാവുക. സി, സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞപ്പോ നിങ്ങൾ കണ്ടോ, ഡിസ്ട്രിക്ട് ലെവലിൽ വന്നപ്പോ ആരായി? കളക്ടറായി ഹെഡ്. ബ്ലോക്ക് ലെവലിലേക്ക് വന്നപ്പോ BDO ആയി. ഇവരൊക്കെ ആരാണ്? ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണോ? അല്ല. ഇവരൊക്കെ എന്താണ് പറഞ്ഞു? ഇവരൊക്കെ ഓഫീസേഴ്സ് ആണ്, ബ്യൂറോക്രാറ്റ്സ് ആണ്. അപ്പൊ ആ ഒരു പ്രശ്നം ബൽവന്ത് റായ് മേത്ത എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഉള്ളി നോക്കിയപ്പോ ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സിന് പകരം ഇവിടെ കാണുന്നത് മുഴുവൻ ഓഫീസേഴ്സിനാണ്. ഏറ്റവും മുകളില് പ്രധാനമന്ത്രിയും പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ മുഖ്യമന്ത്രി ഉണ്ടെന്നല്ലാതെ പിന്നെ താഴോട്ട് വരുന്തോറും ബ്യൂറോക്രാറ്റ്സ് ആണ്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് പുള്ളി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് ലെവലിലെ BDO ഉണ്ടാവുക, പുള്ളിനെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്. അതിന്റെ താഴെയായിട്ട് പല വില്ലേജ് ലെവൽ വർക്കേഴ്സും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വില്ലേജ് ലെവലിലേക്ക് എത്തുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു എന്താണ്, 7 to 10 വില്ലേജസ് കൂട്ടി എന്താണ് ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ആളാണ്, ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആളാരാണ്? വില്ലേജ് ലെവൽ വർക്കർ ആണ് അല്ലെ? അപ്പൊ വില്ലേജ് ലെവൽ വർക്കറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ CDP-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? ക്ലിയർ ആക്കി പോണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം എടുത്ത ക്ലാസ് പിന്നെ നമ്മൾ റിവിഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിയതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമ്മൾക്ക് അതായത് വലിയ കാര്യമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയൊന്നും അല്ല, ഗവൺമെന്റിൽ അത്ര വലിയ പൈസയൊന്നും ഇല്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വികസിപ്പിക്കണം, കൊളോണിയൽ ആയിട്ടുള്ള ആ ഒരു എക്കണോമിയുടെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടണം, സോഷ്യൽ ജസ്റ്റിസും പിന്നെ അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റും ഡെമോക്രാറ്റിക് ഗ്രോത്തും എല്ലാം കൊണ്ടുവരണം എന്നുള്ള മെയിൻ ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ്. ഓക്കെ, പിന്നെ നെഹ്റു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു വില്ലേജില് ഒരു സ്കൂള് വേണം, ഒരു കോപ്പറേറ്റീവ് വേണം, പിന്നെ എന്ത് വേണം? ഒരു പഞ്ചായത്ത് വേണം. അപ്പോ പഞ്ചായത്ത് എന്തിനാണ്? പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ചെയ്യാൻ, കോപ്പറേറ്റീവ്സ് എക്കണോമിക്കൽ ഫങ്ഷൻസ് ചെയ്യാൻ, സ്കൂള് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഓരോ പഞ്ചായത്തിനും ഓരോ വില്ലേജിനും ഇതെല്ലാം നൽകാൻ വേണ്ടിയിട്ടും
കൂടിയാണ് നമ്മുടെ CDP വരുന്നത്. അപ്പൊ CDP എന്തൊക്കെ ചെയ്യും? ഒന്ന്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ട്, ഈ വില്ലേജസിൽ ഓൾറെഡി ഉള്ള കുറെ കൂടുതൽ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വില്ലേജ് ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതെല്ലാം ഇംപ്രൂവ് ചെയ്യാനും പുതിയതൊക്കെ ഓർഗനൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്, അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ലിറ്ററസി പ്രോഗ്രാംസ് ഒക്കെ നടത്തും. പിന്നെ ഇംപ്രൂവിങ് ഹെൽത്ത് പ്രാക്ടീസസ്, പിന്നെ എന്താണ്, ഹൗസിങ്ങും ഫാമിലി ലിവിങ് കണ്ടീഷൻസും ഒക്കെ ശരിയാക്കാൻ നോക്കും. പിന്നെ വില്ലേജ് യൂത്തിനും വിമനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നടപ്പിലാക്കും. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുണ്ടായിരുന്നത്, നമുക്ക് CDP കൊണ്ടുവരേണ്ടി വന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് CDPയിൽ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, ഒരു ഓഫീസർ ഉണ്ട്, ഐ മീൻ ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസാണ് CPA എന്ന് പറയും. CPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പ്രൊജക്ട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ്. ഈ കമ്മ്യൂണിറ്റി പ്രൊജക്ട്സ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയർ ആയിട്ടുള്ള സെൻട്രൽ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റിയെ അഡ്വൈസ് ചെയ്യുന്ന അഡ്വൈസറി ബോർഡ് വരുന്നത് കേട്ടോ. അപ്പൊ CPAയുടെ കാര്യം ഓർത്തു വെക്കണം. അപ്പൊ നമുക്കറിയാം 55 ബ്ലോക്കുകളിലെ നമ്മളുടെ CDP ചെയ്തിട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം സക്സസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് മൊത്തം ഇന്ത്യയിലും വ്യാപിപ്പിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മുടെ NES വരുന്നത്. NES എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണ്. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾക്കിപ്പോ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, വിപുലീകരിക്കുക. ഓക്കെ, അപ്പം ഈ NES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDP പോലെ അത്ര ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ല. അത്രയും ഫണ്ട് അലോക്കേഷൻ ഒന്നും NES-നില്ല. പക്ഷെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു NES-ന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ CDP-നേക്കാളും എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചിലതൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളവയൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നീട് CDP ബ്ലോക്കുകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ NES-ഉം കൂടി വന്നപ്പോ മൊത്തത്തിൽ കൺട്രിയിൽ കുറെ സ്ഥലത്തേക്ക്, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, അപ്പൊ NES ലെസ് ഇന്റൻസീവ് ഇൻ ക്യാരക്ടർ ആയിരുന്നു CDP-നേക്കാളും. ഓക്കെ, പതുക്കെ 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 NES-ഉം CDP-യും ഒരുമിച്ചാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ NES എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, വില്ലേജ് പീപ്പിളിനെ കുറെ കൂടി മുന്നോട്ട് നയിക്കുക, വില്ലേജ് ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, എംപ്ലോയ്മെന്റ് കൂടുതൽ കൊണ്ടുവരിക, അങ്ങനെയെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് CDP-നെ പോലെ തന്നെ, പക്ഷേ അത്രയും ഫണ്ടിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്ര എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുമില്ല. ആന്ധ്രാപ്രദേശില് വില്ലേജ് ലെവൽ വർക്കേഴ്സിനെ വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസർ എന്നാണ് വിളിച്ചിരുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നീട് CDP-നെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മറ്റൊരു ഭാഗത്താണ് പഠിക്കുക കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, അങ്ങനെ കുറെ സംഭവം ഉണ്ട്. മിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? എന്താ റിപ്പീറ്റ് ചെയ്യണ്ടേ? NES-നെ പറ്റിയിട്ടാണോ? NES-നെ പറ്റിയിട്ടാണോ? ഓക്കെ ഓക്കെ. NES വരുന്നത് ഇതുപോലെ തന്നെ 1953 ഒരു ഗാന്ധി ജയന്തി ദിനത്തില്, തൊട്ടടുത്ത വർഷമാണ് വരുന്നത്. CDP-നേക്കാളും ലെസ് ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് NES അഥവാ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അപ്പം ഇത് വെച്ചാൽ ഓൾമോസ്റ്റ് CDP-നെ പോലെ തന്നെ സെൻട്രൽ ലെവലിൽ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്. PM ആണ് അത് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ലേക്ക് വരുമ്പോൾ CM ഹെഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ ലെവലിലേക്ക് വരുമ്പോൾ കളക്ടർ ഹെഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ BDO, അതിന്റെ താഴേക്ക് വില്ലേജ് ലെവൽ വർക്കർ. അതായത് നമ്മുടെ CDP-നെ പോലെ തന്നെയാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എല്ലാം തന്നെ വരുന്നത്. പക്ഷേ CDP-യുടെ അത്രയും എന്തില്ല, ഫണ്ടില്ല. അപ്പൊ അതുകൊണ്ട് CDP ചെയ്യുന്ന അത്രയും പ്രോഗ്രാംസ് അവര് നടപ്പിലാക്കുന്നില്ല. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വില്ലേജിൽ തന്നെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ്മെന്റിൽ സ്റ്റേറ്റിന്റെ ഒക്കെ കുറെ ഫണ്ടൊക്കെ എടുത്താണ് നടപ്പിലാക്കുന്നത്. എന്നിട്ട് ചില സ്ഥലങ്ങളിലെ NES നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് CDP ബ്ലോക്കുകളാക്കിയിട്ട് മാറ്റും കേട്ടോ. അങ്ങനെ അറ്റ് എൻഡ് ഓഫ് പ്രോഗ്രാം CDP-യും NES-ഉം ഏതാണ്ട് ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുമ്പോൾ എന്താ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൂടുതലും ബ്യൂറോക്രാറ്റ്സ് ആണ് ഇതെല്ലാം നയിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ശരിയാവില്ല. ഒരു ട്രീ ടയർ ആയിട്ടുള്ള പഞ്ചായത്ത് രാജ് കൊണ്ടുവരണമെന്ന് പുള്ളി പറയുന്നു. അങ്ങനെയാണ് പഞ്ചായത്ത് രാജിന്റെ മുൻഗാമിയായിട്ട് ഈ CDP മാറുന്നത്. ഓക്കെ, റെഡ് ടേപ്പിസം മാത്രമല്ല, ഈ എന്താ പറയാ, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അധികാര വികേന്ദ്രീകരണമാണ് അല്ലെ? ബ്യൂറോക്രാറ്റ്സിന്റെ അടുത്തേക്ക് ഒരിക്കലും അധികാരം നമ്മൾ അങ്ങനെ വികേന്ദ്രീകരിച്ച് കൊടുക്കുന്നതല്ല. ഓക്കെ, അത് ഡെമോക്രസിയുടെ ഭാഗമല്ല. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ ബൽവന്ത് റായ് മേത്ത ചൂണ്ടിക്കാണിക്കുന്നത്. റെഡ് ടേപ്പിസം ഒരു പ്രശ്നം തന്നെ, പക്ഷെ ഇവിടെ അതല്ല മെയിൻ ഇഷ്യൂ. ഓക്കെ, അത് നമുക്ക് ആ ഒരു ഏരിയ വരുമ്പോൾ നമ്മൾ ഓരോ ബൽവന്ത് റായ് മേത്തയും അശോക് മേത്ത അങ്ങനെ ഓരോന്നെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ഓക്കെ, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങുകയാണ്. അതായത് നമുക്ക് നല്ല ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, വളരെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വാർ വന്നു, പിന്നെ ഫെമൈൻസ് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് വല്ലാണ്ട്, നമ്മൾ ഇന്നത്തെ പ്ലാനിങ്ങിന്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, നമുക്ക് ഫുഡ് കുറെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് തന്നെ ഫുഡ് കുറച്ചധികം ഗ്രോ ചെയ്യാന്നുള്ളത് വലിയൊരു അത്യാവശ്യമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1960 കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് എന്താണ് IADP എന്ന് പറയും. ഓക്കെ, IADP എന്ന് പറയും. IADP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇട്ട ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നു. IADPയുടെ ഫുൾ ഫോം എന്താ? IADPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. IADP ഫുൾ ഫോം എന്ന് പറഞ്ഞേ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ല, ഡിസ്ട്രിക്ട് പ്രോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, അത് 1960 വരുന്നത്. അപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു 3 ഡിസ്ട്രിക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. പിന്നെ അത് 7 ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും ഒരു 12 ഡിസ്ട്രിക്റ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് സംഭവം പോകുന്നത്. അതൊക്കെ നിങ്ങൾ നോട്ട് വായിച്ച് നോക്കിയാൽ മതി. അപ്പം അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പറഞ്ഞേക്കാം. ഇന്നലെയും കുറച്ച് ഞാനൊരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തെറ്റ് വന്നുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് വന്ന ഒരു സംഭവമാണ്. അതായത് IADP ആദ്യം സെലക്ട് ചെയ്യുന്നത് 3 ഡിസ്ട്രിക്റ്റിനാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂര്, വെസ്റ്റ് ഗോദാവരി ഇൻ ആന്ധ്ര, പിന്നെ ഷഹബാദ് ബീഹാർ. ഓക്കെ, അത് കഴിഞ്ഞൊരു 4 ഡിസ്ട്രിക്റ്റിനെയും കൂടി ചേർക്കുന്നു. റായ്പൂർ മധ്യപ്രദേശില്, അലിഗർ UP, ലുധിയാന പഞ്ചാബ്, പാലിയൻ രാജസ്ഥാൻ. ഓക്കെ, ഇത് 1968-63 ആകുമ്പോഴേക്കും ഇങ്ങനെ 7 ഡിസ്ട്രിക്റ്റ് ആണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 12 മോർ ഡിസ്ട്രിക്റ്റിനെയും കൂടി ചേർക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് സംഭവം പോകുന്നത്. അപ്പൊ ഇത് വളരെ കുറവ് ഡിസ്ട്രിക്റ്റിനെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ കുറവ് നമ്പറേ ഉള്ളൂ. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അവർ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇറിഗേഷൻ കപ്പാസിറ്റിയും നല്ല വളക്കൂറുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡും പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ സപ്ലൈ അങ്ങനെയൊക്കെ നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നല്ല രീതിയിൽ എന്താണ് ഫുഡ് പ്രൊഡക്ഷൻ, ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. ഓക്കെ, ഇനീഷ്യലി ഈ ഒരു പ്രോഗ്രാമിന് ഫോർഡ് ഫൗണ്ടേഷന്റെ ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഇഫക്റ്റീവ് ആയിട്ട് കുറെ ഫുഡ് ഉൽപ്പാദിപ്പിക്കാനൊക്കെ സാധിച്ചു. നാച്ചുറൽ ആയിട്ടും ആ ഏരിയയിലുള്ള ആളുകൾ നല്ല രീതിയിൽ ഹലോ കേക്കാമോ 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 ഹലോ ഇന്നും ഫുള്ള് ഈ നേരത്തെ ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ. മറ്റേ കറണ്ട് പോകുന്നു വരുന്നു, കറണ്ട് പോകുന്നു വരുന്നു, ആ ഒരു പ്രശ്നം തന്നെയാണ്. ഫൈൻ. അപ്പൊ നിങ്ങൾ എവിടം വരെ കേട്ടത്? എവിടം വരെ കേട്ടത് നിങ്ങള്? ഞാൻ പറയാത്ത വല്ല പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണേ. ഞാൻ എന്റെ നോട്ടിൽ ഞാൻ കുത്തി ഇട്ടേക്കുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ എന്തായാലും റെക്കോർഡിംഗ് കൂടി ഇട്ടേക്കാം. ഓക്കെ,
അപ്പൊ എന്തായാലും IADP നമ്മൾ വളരെ ഇന്റൻസീവ് പ്രോഗ്രാം ആണ് നടത്തി, അത്യാവശ്യം വിജയമൊക്കെ തന്നെയായിരുന്നു. ഫോർഡ് ഫൗണ്ടേഷന്റെ ഫണ്ടിങ് ഒക്കെ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ നന്നായിട്ട് പോയി. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ CDP ചെയ്തില്ലേ, CDP ചെയ്തപ്പോ എന്താ ചെയ്തത്? അതിന്റെ ഒരു ലെസ് ഇന്റൻസീവ് വേർഷൻ ആയിട്ടുള്ള NES പിന്നെ കൊണ്ടുവന്നു അല്ലെ? NES പിന്നെ കൊണ്ടുവന്നു. ഇപ്പൊ അതുപോലെ തന്നെ കൂടുതൽ ഏരിയകളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CDPക്ക് NES കൊണ്ടുവന്ന പോലെ നമ്മൾ IAAP കൊണ്ടുവരികയാണ് 1964. IAAPയുടെ ഫുൾ ഫോം എന്താണെന്നൊന്ന് പറഞ്ഞേ. IAAP ഫുൾ ഫോം എന്താണ്? ഇപ്പോഴാണോ കേൾക്കുന്നേ? ഹലോ, IAAP ഫുൾ ഫോം എന്താ? ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ 1964 കൊണ്ടുവരുന്നത്. ലെസ് ഇന്റൻസീവ് വേർഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ 114 ഡിസ്ട്രിക്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ പോലെ വളരെ കുറവ് ഡിസ്ട്രിക്റ്റുകളല്ല. പിന്നീട് എന്ത് ചെയ്തു? 150 ഡിസ്ട്രിക്റ്റുകളൊക്കെയാണ്. IADPനെ നമ്മൾ പാക്കേജ് പ്രോഗ്രാം എന്നും പറയുമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഇതും അതുപോലെ തന്നെ ഒരു പാക്കേജ് പ്രോഗ്രാം ആയിട്ടാണ് നടപ്പിലാക്കുന്നത്. ഒരു 3 വർഷത്തോളം നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. ലെസ് ഇന്റൻസീവ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ എല്ലാം തന്നെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം. ഈ ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമാണ്. അതായത് IADPനേക്കാളും IAAPനേക്കാളും കുറച്ചും കൂടി ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മെക്സിക്കൻ ഡോർഫ് വീറ്റ് വെറൈറ്റീസ് അത് കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് നല്ലത് കൊണ്ടുവരുന്നു. എക്സോട്ടിക് ആയിട്ടുള്ള പാഡി വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, അതുപോലെ തന്നെ മെയ്സ്, ബജ്റ, ഇതിന്റെയൊക്കെ എന്താ പറയാ ഹൈബ്രിഡ്സ് ഒക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ നല്ല പുതിയ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ആയിട്ടുള്ള സീഡ്സും വിളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സെൻട്രൽ ആണ് ഈ ഒറിജിനൽ സ്കീം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. HYVP എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ IADPയുടെ സ്റ്റാഫ് ഒക്കെ തന്നെയാണ് കേട്ടോ. IADPയുടെ സ്റ്റാഫ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്ര നേരം പറഞ്ഞതെല്ലാം ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ നോക്കിയപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എന്താണ്? കുറച്ച് ഏരിയകളിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത സംഭവങ്ങളാണല്ലേ. 150 വില്ലേജ് എന്ന് പറഞ്ഞാലും ഇന്ത്യ പോലത്തെ ഒരു വലിയ 150 ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാലും ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യം വരുമ്പോൾ ഒരുപാട് വലിയ സംഭവമൊന്നും അല്ല അല്ലേ? അപ്പൊ ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഓൾറെഡി അത്യാവശ്യം എന്താണ് വലിയ കുഴപ്പമില്ലാത്ത ഏരിയകളാണ്. അത്യാവശ്യം ഇറിഗേഷൻ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ ആ ഏരിയയിലെ ഫാർമേഴ്സ് ഒക്കെ കൂടുതൽ റിച്ച് ആയി മാറുന്നു. പക്ഷേ റീജിയണൽ ആയിട്ടുള്ള പ്രശ്നം നല്ലോണം കൂടുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഗ്രീൻ റവല്യൂഷന്റെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ അപ്പൊ പഠിക്കുന്നതാണ് സ്മോൾ ഫാർമേഴ്സും ബാക്കി വെൽത്തി ഫാർമേഴ്സും തമ്മിലുള്ള അന്തരം വളരെയധികം കൂടുന്നു. അപ്പൊ അതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഫുഡ് ഗ്രെയിൻസിന്റെ ഉൽപാദനം പെട്ടെന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രയോജനം. കാരണം ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം പോവർട്ടി എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പക്ഷെ ആളുകളിൽ ഇത് അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മാവോയിസ്റ്റ് അപ്രൈസിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നീട് അവര് ശ്രദ്ധ കൊടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരാനും
മാർജിനൽ ആയിട്ടുള്ളതും സ്മോൾ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ ലാൻഡ്ലെസ് ആയിട്ടുള്ളതുമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് SFDAയും പിന്നെ IRDP ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് IRDPയും ബാക്കി SFDA ഒക്കെ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഇന്നിപ്പോ നമുക്ക് കുറച്ചും കൂടി റീജിയണൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, സ്പെസിഫിക് ഏരിയാസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. ഇതിപ്പോ തഞ്ചാവൂര് അല്ലെങ്കിൽ അലിഗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ബന്ധമുണ്ടെന്നല്ലാതെ വേറെ ബന്ധമൊന്നുമില്ലല്ലോ. സ്പെഷ്യൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ റീജിയണിന്റെ ജിയോഗ്രഫിക്ക് നല്ല ബന്ധം കാണും. അപ്പൊ സ്പെഷ്യൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും സ്കീംസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. ആ, ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? HADP എന്ന് പറയും, ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. വേറെ ഏതെങ്കിലും പ്രോഗ്രാം ഓർമ്മ വരുന്നുണ്ടോ? ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതെ, ഡ്രോട്ട് ഏരിയ പ്രോഗ്രാം ഉണ്ട്. വേറെ എന്തെങ്കിലും പ്രോഗ്രാം? ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ വെസ്റ്റേൺ ഗാട്ടിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ ഗാട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം WGDP ഉണ്ട്. ഓക്കെ, ഇതൊന്നും എന്റെ നോട്ടിൽ ഉണ്ടായിട്ടില്ല, അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ല റെക്കോർഡിംഗ് ഇടുമ്പോൾ എഴുതിയെടുത്ത് വെച്ചാലും മതി. അതുപോലെ തന്നെ DDP ഉണ്ട്. DDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പെഷ്യൽ. പിന്നെ അതുപോലെ തന്നെ ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, BADP എന്ന് പറയാം, ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നോക്കാം. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഓൾമോസ്റ്റ് 70% ഏരിയ എന്ന് പറയുന്നത് ഈ ഹില്ലി ഏരിയകളാണ്. ഓക്കെ, അതിൽ 11% പോപ്പുലേഷൻ താമസിക്കുന്നുണ്ട്. 11% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ പെർസെന്റേജ് ഒന്നും അല്ല. അപ്പൊ ഈ ഹില്ലി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ഹില്ലി ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിക്ക് വ്യത്യാസമുണ്ട്, അവിടെ നടത്താൻ പറ്റുന്ന ഇൻഡസ്ട്രീസിന് വ്യത്യാസമുണ്ട് അല്ലെ. പിന്നെ അവിടെ അത്യാവശ്യമായിട്ട് ഫോറസ്ട്രി ഒക്കെ നശിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സോയിൽ കവർ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. എൻവയറമെന്റൽ ആയിട്ടുള്ളതായിക്കോട്ടെ, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ അതിനെയൊക്കെ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ ഈ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് എൻറ്റയർലി ഹില്ലായിട്ടുള്ള ചില സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. ഇതിനൊക്കെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി ചില സ്ഥലത്ത് എങ്ങനെയാ, ഒരു പ്രത്യേക ഭാഗങ്ങൾ മാത്രം ഹില്ലി ആയിട്ട് കാണുള്ളൂ അല്ലെ. അതിന് ഡെസിഗ്നേറ്റഡ് ഹില്ലി ഏരിയാസ് എന്ന് പറയും. അങ്ങനെ ഡെസിഗ്നേറ്റഡ് ഹില്ലി ഏരിയാസിൽ പെടുന്നതാണ് ആസാമിന് 2 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നോർത്ത് കച്ചാർ ഹിൽസും കാർബി ആംഗ്ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡിസ്ട്രിക്റ്റ് ഉണ്ട് എവിടെ? ആസാമില്. പിന്നെ ഉത്തരാഖണ്ഡില് 8 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഏതൊക്കെയാ? ഡെറാഡൂണ്, പൗറി ഗർഹ്വാള്, ടെഹറി ഗർഹ്വാള്, ചമോലി, ഉത്തരകാശി, നൈനിറ്റാള്, അൽമോറ ആൻഡ് പിത്തോറക്. ഓക്കെ, അങ്ങനെ കുറച്ച് ഡിസ്ട്രിക്റ്റ്. പിന്നെ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ്. പിന്നെ തമിഴ്നാട്ടിലെ നീലഗിരി. പിന്നെ വെസ്റ്റേൺ ഗാട്ട് ഏരിയയിലത്തെ കുറച്ച് 163 താലൂക്ക് കേട്ടോ. 163 താലൂക്ക് ഉണ്ട്. ഈ 163 താലൂക്കിൽ ഏതൊക്കെയാ പെടുന്നത്? കേരളത്തിലെയും ഗോവയിലത്തെയും മഹാരാഷ്ട്രയിലത്തെയും തമിഴ്നാട്ടിലത്തെ ഒക്കെ സ്ഥലങ്ങള് പെടുന്നുണ്ട്. ഓക്കെ, 1974-75 കാലഘട്ടങ്ങളിലാണ് ഈ ഡെസിഗ്നേറ്റഡ് ഹിൽ ഏരിയാസിലെ പരിപാടികൾ നടത്തുന്നത്. നമ്മുടെ NDC ഇല്ലേ, NDCയുടെ ഫുൾ ഫോം എന്താ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ട്, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും എന്താണ്? കുറച്ചുകൂടി ഇക്കോളജിക്കലി ഫ്രാജൈൽ ആയിട്ടുള്ള ഏരിയാസ് ആണല്ലേ. എന്താണ് ഈ
ഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മണ്ണൊലിപ്പ് മുതലായ പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇക്കോ റീസ്റ്റോറേഷൻ, ഇക്കോ പ്രിസർവേഷൻ, ഇക്കോ ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവര് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഫോറസ്റ്റേഷൻ, ഈ ഫോറസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വരുമാന മാർഗമായിട്ടും ഉപയോഗിക്കാം. ഫോറസ്റ്റിനെ ഹാം ചെയ്യാതെ അവിടെ നിന്ന് ഈ ഹണി കളക്ട് ചെയ്യുക, അങ്ങനത്തെ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ ചിലത് നടത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചോക്ലേറ്റ് പോലത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ നടത്താൻ പറ്റും. വേസ്റ്റേജ് ഒക്കെ കുറവാണ്, പക്ഷെ തണുപ്പ് നല്ലതുമാണ്. ഈ ചോക്ലേറ്റ് ഒക്കെ പോലെ ഉരുകി പോകുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ സ്ഥാപിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അവിടെ നടപ്പാക്കാൻ പറ്റുന്ന സംഭവങ്ങളില്ലേ, ഹോർട്ടിക്കൾച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതി പഠിപ്പിക്കുക, മെഡിസിനൽ പ്ലാന്റ്സ് അവിടെ മാത്രം പിടിപ്പിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ലൈവ്ലിഹുഡിനെയും അവരുടെ എന്താ പറയാ മൊത്തത്തിലുള്ള ലൈഫിനെയും ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഇവര് ശ്രമിച്ചത് കേട്ടോ, HADP എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഗ്രാമാണ് TADP. നമ്മൾ പറഞ്ഞതാണ് TADPയുടെ ഫുൾ ഫോം എന്തായിരിക്കും? ആരും ഇരുന്ന് ഉറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. TADPയുടെ ഫുൾ ഫോം എന്തായിരിക്കും? അത് തന്നെ, ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ നമ്മളുടെ ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ മിസോറാം പോലത്തെ, അവിടെയൊക്കെ ഹൈ നമ്പർ ഓഫ് ട്രൈബ്സ് ഉണ്ട്. ഓക്കെ, വേറെ ചില സ്ഥലങ്ങളിലാണ്, ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഫോറസ്റ്റ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കുറെ കൂടി ഉള്ളിലോട്ടുള്ള ഏരിയാസിലൊക്കെ, ഹില്ലി ആയിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ട്രൈബ്സ് ഉള്ളത്. അപ്പൊ എങ്ങനെ പോയാലും അധികം സോഷ്യൽ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എന്താ പറയാ പരിപാടികളൊന്നും അവിടെ ഒന്നും നടപ്പിലായിട്ടില്ല മിക്കവാറും ട്രൈബൽ ഏരിയാസിൽ. ചില ട്രൈബ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരൊറ്റ ടേമിൽ പറയുന്നുണ്ടെങ്കിലും ചിലരൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോഴും ഫുഡ് ഗ്യാദറിംഗ് സ്റ്റേജിലുള്ള പ്രിമിറ്റീവ് ഫോമിലുള്ള ട്രൈബ്സ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ പ്രിമിറ്റീവ് ഫോംസ് ഓഫ് അഗ്രികൾച്ചർ ആണ്. അതുപോലെ തന്നെ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് കുറെ മിഡിൽമെൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കിടയിലെ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, അങ്ങനെ മിഡിൽമെന്റെ ഒക്കെ ചൂഷണമൊക്കെ തടയുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കിയത് കേട്ടോ. അപ്പൊ കുറെ ഫാമിലി ഓറിയന്റഡ് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മണി ലെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ ചൂഷണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇടയിലുള്ള ട്രയൽസ് ഒക്കെ കുറച്ച് ഹാർഷാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ്മെന്റ് നടത്തുക. പിന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരിക, ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരിക, പിന്നെ ഈ ഹെൽത്ത് സെന്റേഴ്സ് സ്ഥാപിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ നടപ്പിലാക്കിയത് കേട്ടോ. നെക്സ്റ്റ് വെസ്റ്റേൺ ഗാട്ട്സിന്റെ കാര്യമാണ്. വെസ്റ്റേൺ ഗാട്ട്സിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് പേര്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഷോർട്ട് ഫോം ഒന്ന് ടൈപ്പ് ചെയ്തേ. WGDP എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ ഗാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി റിവേഴ്സ് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ്, കുറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവികളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ വളരെ റയർ ആയിട്ടുള്ള ആനിമൽസ്, പ്ലാന്റ്സ്, നല്ല മിനറൽ വെൽത്ത് അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രിയുടെ മൊത്തം മൗണ്ടേനിയസ് ആയിട്ടുള്ള ഏരിയയുടെ 8.82 ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഈ വെസ്റ്റേൺ ഗാട്ട്സ് പ്രോഗ്രാം, വെസ്റ്റേൺ ഗാട്ട്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 100% സെൻട്രൽ അസിസ്റ്റൻസിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത്
90 to 10 ആക്കുന്നുണ്ട്. അതായത് 90 ഇതെടുക്കും, സെൻട്രൽ എടുക്കും, 10% ഇവര് സ്റ്റേറ്റ് എടുക്കണം. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സോയിൽ കൺസർവേഷൻ, ഫോറസ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത്. പ്രധാനമായിട്ട് ഇക്കോളജിക്കൽ റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മെയിൻറ്റെയിൻ ഇക്കോളജിക്കൽ ബാലൻസ് ത്രൂ ഫോറസ്റ്റ് പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ വിച്ച് ഈസ് നെസസറി ഫോർ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. പിന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയും കൺസർവ് ചെയ്യുക, ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം റീസ്റ്റോർ ചെയ്യുക, ആളുകൾക്കിടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇക്കോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുക. പിന്നെന്താണ്, സോയിൽ ഇറോഷൻസിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നദികളൊക്കെ ശുദ്ധീകരിക്കുക. ഓക്കെ, നദികള്, ലേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അഫോറസ്റ്റേഷൻ നടത്തുക, ട്രീ കവറൊക്കെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ബേസിക് ആയിട്ടുള്ള അവിടെ ഉള്ളവർ ജീവിക്കുന്നത് ഫ്യൂവലും ഫോഡറും ടിമ്പറൊക്കെ ശേഖരിച്ചായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ദോഷം ചെയ്യാതെ ചെയ്യുക. അതുപോലെ തന്നെ മെഡിസിനൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. ട്രൈബൽ പോപ്പുലേഷന്റെ പ്രൊഡക്ട്സ് ഒക്കെ പുറത്തേക്ക് എത്തിക്കാൻ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഡ്രോട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, DPADP എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അപ്പൊ ഡ്രോട്ട് സീസണൽ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രോട്ട് വരുന്ന ഏരിയാസ് ഉണ്ട്. അതിപ്പോ മൊത്തത്തിൽ അരിയേഡ് ആവണമെന്നില്ല, സെമി അരിയേഡോ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഡ്രോട്ട് വരാറുണ്ട്. ഇപ്പം കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ തമിഴ്നാട്, കേരളത്തിൽ അങ്ങനെ ഡ്രോട്ട് വരാറുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ ഹങ്കർ, മാൽന്യൂട്രീഷൻ, ഔട്ട് മൈഗ്രേഷൻ, ഓക്കെ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബോത്ത് ഹ്യൂമൻസിനും കാറ്റിൽ പോപ്പുലേഷനും ഒക്കെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DPAP വരുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചാല് ലാൻഡിന്റെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, അതുപോലെ വാട്ടർ, ലൈഫ് സ്റ്റോക്ക് റിസോഴ്സസിന്റെ ഡെവലപ്മെന്റ്, ഓക്കെ, സോയില് മോയ്സ്ചർ കൺസർവേഷൻ, അഫോറസ്റ്റേഷൻ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇവരെ കൊണ്ട് കുറെ അഫോറസ്റ്റേഷൻ ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഉള്ള വെള്ളത്തിനെ പ്രിസർവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഈ എന്താ പറയാ, കൂടുതലായിട്ട് കാറ്റിലിനെ വളർത്തുന്നതിനെ ഇവര് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. കാരണം കാറ്റിൽ പോപ്പുലേഷൻ തന്നെ ഉള്ളതൊക്കെ തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇത്തരം സ്ഥലങ്ങൾ കാറ്റിലിന് അത്ര നല്ലതല്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവിടേക്ക് പാസ് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി 50-50 ഷെയറിങ്ങിലാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫണ്ടിങ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, പിന്നീട് അത് 75-25 ആക്കി മാറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് 16 സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് അല്ല, മൊത്തത്തിൽ 16 സ്റ്റേറ്റ്സിലാണ് കേട്ടോ. 60 സ്റ്റേറ്റ് ആണ്, ഡിസ്ട്രിക്റ്റ് അല്ല. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, തമിഴ്നാടു, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ 16 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റേറ്റ് ആയി അല്ലെ. അപ്പൊ ഇവർക്ക് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റും അഫോറസ്റ്റേഷനും ആണ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഡ്രോട്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഡ്രോട്ടിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇവര് നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇന്ത്യയിൽ 2 തരത്തിലുള്ള ഡെസേർട്ടുകൾ ഉണ്ട്. ഒന്ന് കോൾഡ് ഡെസേർട്ടും ഹോട്ട് ഡെസേർട്ടും. കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഡാക്ക്, ലഹൌള്, സ്മിതി ഡിസ്ട്രിക്ട് ഓഫ് ഹിമാചൽ പ്രദേശ് അങ്ങനെയൊക്കെയാണ്. കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ പാർട്ടായിട്ടുള്ള രാജസ്ഥാൻ, ഗുജറാത്ത്, സോറി തിരിഞ്ഞുപോയി, കോൾഡ് നമ്മളുടെ ഇവിടെയൊക്കെ ഈ ലഡാക്ക്, ലഹൌള്, സ്മിതി വാലിയൊക്കെ. പിന്നെ ഹോട്ട് ആവുമ്പോൾ നമ്മുടെ രാജസ്ഥാനിലെ വെസ്റ്റേൺ പാർട്ട്, ഗുജറാത്തിന്റെ വെസ്റ്റേൺ പാർട്ട്, ഹരിയാന ഒക്കെ. ഓക്കെ, അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഡെസേർട്ടുകൾ വ്യാപിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡെസേർട്ടിന്റെ